ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കണോ. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ എന്തായി? നമ്മുടെ വീട്ടിലെന്താ ഈ ഒരു വിഷു പുലരിയാണ്. പുലരി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം നേരം വെളുത്തു. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ട് കുറച്ച് കുക്കിംഗ് പാട്ടൊക്കെ അങ്ങ് തീർത്ത് വെച്ചു. ആദ്യമേ തന്നെ നമ്മൾ വ്ളോഗിങ്ങിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ പോകും കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് കുറച്ചങ്ങ് തീർത്തിട്ടാവാം നമ്മുടെ വ്ളോഗിങ് എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ നേരമൊക്കെ വെളുത്ത് സൂര്യനൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറേ നേരം ഈ കിച്ചണിൽ നിൽക്കണ കാരണം കൊണ്ട് ഇങ്ങനെ വിയർക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാം ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വിഷുവും കഴിയും, അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും ഇത് വിഷു ദിവസമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ വ്ളോഗ്സ് അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെടുത്ത് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഈ വർഷം അടിപൊളിയാവട്ടെ, നല്ല സൂപ്പറായിട്ട് എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കട്ടെ. കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഫാമിലിയിൽ എല്ലാവരുമായിട്ട് നന്നായി പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തണം. ഒന്ന് ഓർത്താൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മളെ മനസ്സിലൊന്ന് ഓർത്താൽ തന്നെ അവർക്ക് നല്ലത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് ഇഷ്ടം പോലെ പണിയുണ്ട്. അപ്പോൾ എന്തൊക്കെയായി, ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഇക്കൊല്ലത്തെ നമ്മുടെ വിഷുക്കണി. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻസായിട്ട് പറയാൻ മറക്കരുതോ. നമ്മൾ നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറേ പൂക്കളും പിന്നെ എന്തൊക്കെയാണോ വെക്കുക അതെല്ലാം നിറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത്തവണയും വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ വർഷമൊന്നും നമ്മൾ ഇവിടെ ബാംഗ്ലൂർ ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ നാട്ടിൽ പോകാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നാട്ടിലായിരുന്നു, ശരത്തേൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വിഷുവൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ കുറച്ച് ജോലി തിരക്ക് കാരണം കൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞത്. പക്ഷെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്വന്തം ബാംഗ്ലൂരാണ് ഇത്തവണ നമ്മൾ വിഷു ആഘോഷിച്ചത് എന്ന് മാത്രം. എന്നാലും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ. അപ്പോൾ ഇവിടെയും ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് വിഷുക്കണി എന്നുള്ളത് നിങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതേ ഇവിടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ അടുപ്പത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. പിന്നെ കൂട്ടുകറിയിൽ ഒരുവിധമായിട്ടുണ്ട്. ഇനി അരപ്പൊക്കെ ചേർത്ത് ആക്കുക വേണ്ട കേട്ടോ. അപ്പൊ അത് ചെയ്യണതിൻ്റെ ഇടയിലാണ് ഞാൻ ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിയൊക്കെ തീർന്നു പോയി. അപ്പൊ എനിക്കിനി ഒരു ഉപ്പേരി കാച്ചണമെങ്കിൽ ഉള്ളി വേണം. കത്തിയൊന്നും ചെയ്യണം കേട്ടോ. പഴയ കത്തികളാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഞാൻ ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ളത്. പിന്നെ അത് വെണ്ടക്കായ ഉപ്പേരി വെക്കാനുള്ള സവാള ഒരു പകുതി, അല്ലെങ്കിൽ ഞാൻ ഉള്ളിയൊന്നും ആക്കിയില്ല. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സവാളയാവുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ നോക്കിയപ്പോൾ ഉണ്ട് കുറേ ഉള്ളി ഇരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ യാത്രയൊക്കെ ഉള്ള കാരണം കൊണ്ട് എന്താ പറയുക, നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടും കാര്യമില്ലല്ലോ, എല്ലാം ചീത്തയായി പോയില്ലേ. അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ട് കായ ഞാൻ ഉപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ, കായ ഉപ്പേരി. അപ്പം അതിലേക്ക് ചേർക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു മിക്സ്ഡ് വെജിറ്റബിൾ ഉപ്പേരി എന്ന് വേണമെങ്കിൽ പറയാം, അതായത് മെഴുക്കുവരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ശരിക്കും പറയണമെങ്കിൽ സവാള എടുത്താൽ മതിയായിരുന്നു. ഈ ഉള്ളി അങ്ങ് ഇരുന്ന് കേടായി പോലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ സവാള മൂത്ത് വന്നിട്ട് നമുക്ക് വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കാം. ഞങ്ങൾ തൃശ്ശൂർക്കാര് എല്ലാത്തിലും ഈ ഇടിച്ച മുളകാണ് ചേർക്കുന്നത്. അത് ഇവിടെയും തെറ്റിക്കുന്നൊന്നുമില്ല ആ പതിവ് കേട്ടോ. ഇടിച്ച മുളക് തന്നെയാണ് ഇതിലും ചേർക്കുന്നത്. ഞാൻ ചിരിക്കോളം ചേർക്കുന്നത് ഇതിന് ഭയങ്കര എരിവാണ്. ഒരു കളറിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം, വെറുതെ ഇരിക്കട്ടെ. പിന്നെ വെണ്ടക്കായൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കുക വേണ്ട. എല്ലാ പച്ചക്കറിയും തലേദിവസം ഇരുന്ന് അരിഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് എനിക്ക് നല്ല പണിയായിരിക്കും അറിയാം. അപ്പോൾ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഈസിയാണ് കുക്കിങ് കേട്ടോ. ഞാൻ ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരാഴ്ച എന്ന് പറയാൻ പറ്റില്ല, 4-5 ദിവസത്തേക്കുള്ളത് അങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് ഒരുവിധമൊക്കെ ഈസിയാണ് കേട്ടോ. നമുക്കിനി വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അരിഞ്ഞ് നമ്മൾ വെക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ
ഇതിൻ്റെ ആ ഒട്ടലുണ്ടാവില്ല, വല്ലാണ്ടുള്ള ഒട്ടലുണ്ടാവില്ല, അത് മാറി കിട്ടും. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുത്താലും ഇതിന് വല്ലാണ്ടുള്ള ഒട്ടല് ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു ടിപ്പ് ഉണ്ട്, ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് ഒരുപാട് വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളമൊന്നും ഇറങ്ങില്ല കേട്ടോ. ഇത്രയ്ക്കാണ് വെണ്ടക്കായ ഉപ്പേരിക്കുള്ള ടിപ്പുകൾ. അങ്ങനെ കുക്കിങ്ങിനിടയ്ക്ക് ശരത്തേട്ടൻ്റെ വിളി വന്നു. ഞങ്ങൾക്ക് കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അടുക്കളയിൽ ബിസിയായി പോയ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് കൈനീട്ടം കിട്ടി. പിന്നെ ദേ തനുക്കുട്ടിക്കൊക്കെ കൊടുക്കാനൊക്കെ ഇട്ട്, തനുക്കുട്ടീനെ നല്ല ഭംഗിയിൽ കാലത്തെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്, പട്ടുപാവാടയൊക്കെ നാട്ടിലാണെങ്കിലല്ലേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ ഒരു പാവാടയും ബ്ലൗസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അവൾ ഇട്ടത് കേട്ടോ, ഒരു മിഡിയും ടോപ്പും. അപ്പോൾ അതേ തനുക്കുട്ടിക്കും ശരത്തേട്ടൻ കൈനീട്ടം കൊടുത്തു. ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് പേര് തരാനായിട്ടൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ആശ്വസിച്ചു, അത്രയേ ഉള്ളൂ. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വിഷുവൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ മുതിർന്നവരൊക്കെ നമുക്ക് കൈനീട്ടം തരുമല്ലോ, അപ്പോൾ നമുക്ക് കുറേ പോക്കറ്റ് മണി കിട്ടും. അത് വെച്ചിട്ട് മിഠായി വാങ്ങിക്കാം, കളിസാധനങ്ങൾ വാങ്ങിക്കാം, മാലയും വളയും ഒക്കെ വാങ്ങിക്കാം. ഇപ്പോൾ തനിക്കുട്ടിയൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇതുപോലെ ഒരു പിക്കി ബാങ്ക് ഉണ്ട്, അതിനകത്ത് പൈസയൊക്കെ കിട്ടണത്. ഇപ്പോൾ എൻ്റെ അച്ഛനമ്മയൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ അവർ സ്വയം ചെയ്യുന്ന കാണുമ്പോൾ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് കുറച്ച് മണിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇവിടെ ഒരു കുടുക്ക വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലാണ് അവർ സ്ഥിരമായിട്ട് ഇട്ട് വെക്കണത്. അല്ലാണ്ട് മിഠായി വേണം, അത് വേണം, ഇത് വേണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കില്ല കേട്ടോ. പിക്ക് പക്ഷേ നാട്ടിലായ കാരണം കൊണ്ട് അവന് കൊടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് പിക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓലിനുള്ള കുമ്പളങ്ങ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ചേർക്കാനുള്ള പയറാണ് ഇത് നമ്മുടെ കൂട്ടുകറി. അപ്പൊ കൂട്ടുകറി വെന്ത് വന്നു കേട്ടോ, കടലും കഷ്ണങ്ങളൊക്കെ. അപ്പൊ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. എനിക്ക് സദ്യ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ കൂട്ടുകറി. അതിങ്ങനെ കുറച്ച് കുഴഞ്ഞ്, എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന കറികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് ഇച്ചിരി കുഴഞ്ഞ് അധികം ചാറൊന്നും ഇല്ലാണ്ട് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഏകദേശം അതായിട്ടുണ്ട്. എല്ലാം ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ആകെ രണ്ട് പേരല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൂടി ഇച്ചിരി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാലും എല്ലാം ഇങ്ങനെ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറെ കറികൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാക്കുമോ എന്നേ ഉള്ളൂ കേട്ടോ. ഇത് പയറാണ് ഇതിൽ ചേർക്കാനുള്ളത് ഓലനിലേക്ക്. ഇനി ഓലനിലേക്ക് നമുക്ക് നാളികേരപ്പാലം എടുക്കണം, അതെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അരപ്പ് ചേർത്തിട്ടില്ല. കാരണം ഇതൊന്നായിട്ട് അങ്ങ് മാറ്റാന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ കൂട്ടുകറി കണ്ടോ തിളയ്ക്കുന്നത്. ഇത് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം, അത് ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുമ്പളങ്ങയുടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനുക്കുട്ടി വന്നിട്ട് വേഗമായ അമ്മേ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ദേ ആൻറ്റി വന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കോലം വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്ക് കുറച്ച് രംഗോലിയുടെ കളേഴ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ റോയൽ മാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അവൾക്ക് വേണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അവൾ നേരെ അമ്മമ്മയുടെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ ആൻറ്റിക്ക് ഇതൊക്കെ വരയ്ക്കാനും പിടിക്കാനൊക്കെ അറിയാം. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും അറിയില്ല, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ തനുക്കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ വക കാര്യങ്ങളോട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവളും അമ്മമ്മയും കൂടിയിട്ട് അവിടെ വരയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കറികളൊക്കെ അടുപ്പത്തായ കാരണം കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് മുഴുവൻ നേരം നിൽക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ വരയ്ക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഞാൻ വേഗം തന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പച്ചടി തയ്യാറാക്കി കേട്ടോ. ഇതിനൊക്കെ ആകെ 10-15 മിനിറ്റ് പോലും വേണ്ടാത്ത കറികളാണ്. ഞാനിത് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവരിവിടെ കുറേ കളേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് വരച്ച് നല്ല ഭംഗിയിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തനുക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കിത് വരയ്ക്കാൻ പഠിക്കണം എന്നുള്ളത്. ആൻറ്റി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുത്തു. തനുക്കുട്ടി ഉള്ളിലൊക്കെ ഇങ്ങനെ കളേഴ്സൊക്കെ ഇട്ടു. എന്നിട്ട് ഹാപ്പി വിഷു എന്നൊക്കെ എഴുതി അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്.
ഞാൻ വേഗം വന്ന് നമ്മുടെ പായസത്തിനുള്ള പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും തനുക്കുട്ടി പോയതേ ശരത്തേനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു രംഗോലി കാണിക്കാൻ. അപ്പോൾ എൻ്റെ സൗണ്ട് ഇച്ചിരി മോശമായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം അതായത് വിഷുവിൻ്റെ അന്ന് രാവിലെ എണീറ്റ് തലയെല്ലാം നനച്ച് കുളിച്ചില്ലേ പുലർച്ചെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് തീരെ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ശരത്തേട്ടൻ ദേ രംഗോലിയുടെ പിക്ചറൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോന്നു. പണികൾ ഇതൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. പാലട പായസത്തിനുള്ള പാലാണിത്. അപ്പം ഞാനിവിടെ പഞ്ചസാര ഒരുക്കിയത് അത് ദേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് നമുക്ക് കളറ് തരുന്ന സാധനം. പാലട പായസത്തിന് ഒരു പിങ്ക് കളറ് തരത്തില്ലേ, പിങ്ക് പാലട എന്നല്ലേ പറയുന്നത്, അതിനുള്ള ഐറ്റാണ് ഈ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒഴിച്ച വശം തന്നെ പാലിന്റെ കളർ മാറും. ഞാൻ നിങ്ങൾക്ക് അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം. നല്ല പിങ്ക് കളറ് വരും. പിന്നെ ഇത് നമ്മുടെ പരിപ്പ്, ശരത്തേൻ്റെ അവിടെയൊക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ. കോട്ടയത്തൊക്കെ ഉള്ളതാണ് പരിപ്പ്. അവർക്ക് പരിപ്പും നെയ്യ് ഒഴിച്ച് ആദ്യം കഴിക്കണം, പിന്നെയാണ് സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പൊ അതിന്റെ പരിപ്പ് ദേ വെന്ത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ചേർക്കുക വേണം. ഞാൻ പാലട ദേ ഇങ്ങനെ വേവിച്ച് അരിപ്പയിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വാർന്ന് പോകാനായിട്ട്. അത് നേരെ ഞാൻ ആ പാലിലേക്ക് ചേർത്ത് ഇളക്കി. അപ്പോൾ പാൽ ഒരു ലൈറ്റ് പിങ്ക് കളർ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 1/4 മണിക്കൂർ നമ്മളിങ്ങനെ അടച്ച് വയ്ക്കും, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴത്തേക്കും നല്ല പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ വെച്ച് ഞങ്ങൾ ദേ ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ആൻറ്റി പോയി കുളിച്ച് വന്നു. അപ്പോൾ ആൻറ്റീനെ നമ്മൾ വിഷുസദ്യ കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ആൻറ്റിയോട് ഇങ്ങ് പോരാൻ പറഞ്ഞു. പിന്നെ പണ്ട് തൊട്ടേ അങ്ങനെയാണ്, നമ്മളിവിടെ ഓണം വിഷു ഒക്കെ ആണെങ്കിൽ ആൻറ്റീനെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടൊക്കെ തന്നായിരുന്നു, തനുക്കുട്ടിക്കും എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ. എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയം ഇപ്പോഴത്തേക്കും ഞാൻ 15 തരം മറ്റോ ആണ് എല്ലാം കൂടി നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഇതേ ആൻറ്റിക്ക് ശരത്തേട്ടൻ വിഷു കൈനീട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ വേറെ മുതിർന്നവരാരും ഇല്ലല്ലോ കൊടുത്ത അനുഗ്രഹം വാങ്ങിക്കാനായിട്ട്. ഞാനപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങളെ കാണിക്കട്ടെ. സാമ്പാർ, അവിയൽ, കോട്ടയം സ്റ്റൈൽ പരിപ്പ്, പിന്നെ കൂട്ടുകറി, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പുളിശ്ശേരി, ഓലൻ, വെണ്ടക്കായ മെഴുക്കുവരട്ടി, പിന്നെ കായും പയറും കൂടിയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കാളം വെച്ചിട്ടുണ്ടായിരുന്നു, പാലട പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരിയും ശർക്കര വരട്ടിയും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ മലയാളിക്കടയിൽ പോയിട്ട്. പിന്നെ ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 തരമാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ഹാളിൽ കൊണ്ടുവച്ചു. നമ്മളിവിടെ ഇരുന്നിട്ടാണ്, താഴെ ഇരുന്നിട്ടാണ് ഓണത്തിനും വിഷുവിനും പിറന്നാളിനും ഒക്കെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ആകെ വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയുടെ തലഭാഗം എപ്പോഴും ഈ തുമ്പ് ഭാഗം എവിടേക്ക് ഇടുന്നുള്ളത് എപ്പോഴും വരുന്ന ഡൗട്ടാണ്. ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആൻറ്റിക്കും കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് ഇട്ടേന്ന്. കറക്റ്റാണോ അല്ലേന്നൊന്നും അറിയില്ല കേട്ടോ. ആ ഒരു കാര്യം മാത്രം എപ്പോഴും നമുക്ക് തെറ്റി പോകാറുണ്ട്, കൺഫ്യൂസ്ഡാണ്. അപ്പോൾ അങ്ങനെ ഞാനും ശരത്തേട്ടനും കൂടിയിട്ടാണ് കറികളൊക്കെ വിളമ്പിയത്. ആൻറ്റിക്ക് താഴെ ഇരിക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ആൻറ്റി അവിടെ തന്നെ ഇരുന്ന് കേട്ടോ, എല്ലാവർക്കും ഒന്നിച്ചിരിക്കുക അതല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ കറികളൊക്കെ വിളമ്പി. എന്നിട്ട് ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ആ ഒരു കറി നമ്മൾ മിസ്സാക്കി കളഞ്ഞു. അതാ പറയുന്നത്, കുറേ തരം വയ്ക്കുമ്പോഴേ ഏതൊക്കെയോ എന്തോ ഒരു മിസ്സിങ് എനിക്ക് തോന്നിയായിരുന്നു. തനുക്കുട്ടി എന്നോട് പറഞ്ഞായിരുന്നു ഒരെണ്ണം കൂടി ഉണ്ട് അമ്മേന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇതാ തോരൻ ഇരിക്കുന്നു ക്യാബേജിൻ്റെ, അതെടുക്കാനായിട്ട് വിട്ടുപോയി. എന്ത് വിശേഷം വന്നാലും എന്തെങ്കിലും ഒരു ചെറിയ കയ്യബദ്ധം പറ്റാണ്ടിരിക്കില്ലല്ലോ. ഇത്തവണ ക്യാബേജ് തോരൻ്റെ രൂപത്തിലായിരുന്നു അബദ്ധം പറ്റിയത്. അപ്പോൾ അങ്ങനെ അത് അവസാനിച്ചു. അപ്പോൾ ഇത് തലേ ദിവസം ശരത്തേട്ടൻ വിഷുക്കണി ഒരുക്കുന്നതാണ്. ഇത്തവണ എനിക്ക് പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ശരത്തേട്ടനെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. എല്ലാ അകലിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. താനുകൂട്ടിയാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ വിഷുക്കണിയൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ശരത്തേട്ടൻ ചെയ്യുന്നത്, പക്ഷെ നല്ല സൂപ്പറായിട്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് വിഷു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.